എൻ്റെ ഫ്രണ്ടിന് ഒരു പ്രണയമുണ്ടായിരുന്നു. സ്ട്രോങ് റിലേഷൻഷിപ്പായിരുന്നു. എന്നാൽ ഒരു കാലഘട്ടത്തിന് ശേഷം ആ റിലേഷൻഷിപ്പ് ഫെയിൽഡായി. പിന്നീട് അവൾ പറഞ്ഞ കാര്യം, ഇനി എനിക്കൊരു റിലേഷൻഷിപ്പ് വേണ്ടേ വേണ്ട, ഒരു പ്രണയം എനിക്കിനി വേണ്ടേ വേണ്ട, എനിക്കതിനോട് ധൈര്യമില്ല, വിവാഹമേ വേണ്ട എന്നാണ് പറഞ്ഞത്. എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവൾക്ക് മാരേജ് ആലോചിക്കുകയും പക്ഷെ അവൾ അതിനൊന്നും സമ്മതിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഫെയിൽഡ് ആകുന്നത് എങ്ങനെയാണ്? പരസ്പരം ധാരണയില്ലാതെ വരികയും പരസ്പരം വിശ്വാസമില്ലാതെ വരികയും ഒരാൾക്ക് പിരിഞ്ഞു പോകണമെന്നുള്ളൊരു സ്ട്രോങ് ഡിസിഷൻ അയാൾ എടുക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു പ്രണയം പരാജയപ്പെടുന്നത് എന്നുള്ളത്. ഒരാൾ മറ്റൊരാളെ ഒഴിവാക്കി വേറൊരു ഡയറക്ഷനിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു റിലേഷൻഷിപ്പ് തകർന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേറൊരു റിലേഷൻഷിപ്പ് സ്വീകരിച്ചാൽ അത് ശരിയാവില്ല എന്ന് ചിന്തിക്കുന്നത് വളരെ തെറ്റായൊരു കാര്യം തന്നെയാണ്. എല്ലാവരും ഒരുപോലെയല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഏതൊരു കാര്യം ചിന്തിച്ചാലും അതിൽ നിന്നും അതിൻ്റെ ശരിക്കും ഒരു പഴഞ്ചൊല്ലി പറയാറുണ്ട്, നെല്ലും പതിരും മാറ്റുക എന്നുള്ളത്. പതിരും മാറ്റി വെച്ചു, നെല്ലും മാറ്റി വെച്ചു. അതുപോലെ തന്നെ പതിര് കളഞ്ഞെടുക്കുന്നത് മാതിരി തന്നെ ഒരു പ്രണയബന്ധത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ എടുക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഓരോ വ്യക്തികൾക്കും ഓരോ ക്യാരക്ടറാണ്. അവരൊരു മാസ്ക് ഇട്ടുകൊണ്ടാണ് നമ്മളുടെ അരികിൽ വരുന്നത്. അപ്പോൾ അവരുടെ ജെനുവിനായുള്ള പ്രണയം കാണുമ്പോൾ നമ്മളതിൽ വീണു പോകും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ എങ്ങനെയാണ് ഒരു വ്യക്തി ജെനുവിനാണെന്ന് കണ്ടുപിടിക്കുക? എന്നാൽ പോകെ പോകെ ആ വ്യക്തി ജെനുവിൻ അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആകും. ആദ്യത്തെ ഫസ്റ്റ് അപ്പിയറൻസിലൊന്നും അത് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെയും അതാണ് സംഭവിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് റിലേഷൻഷിപ്പും ഫെയിൽഡായി പോയി കഴിഞ്ഞാൽ രണ്ടാമതൊരു റിലേഷൻഷിപ്പ് ഇനി സ്വീകരിക്കേണ്ട എന്നുള്ള ദൃഢനിശ്ചയം എടുക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് മാരേജ് ഫെയിൽഡായി പോയി കഴിഞ്ഞാൽ ഇനി ഒരു വിവാഹം വേണ്ട, സെക്കൻഡ് മാരേജ് വേണ്ട എന്നും തീരുമാനിക്കുന്നത് വളരെ തെറ്റായൊരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഒരുപാട് വ്യക്തികളെ പരിചയപ്പെട്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഓരോ വ്യക്തികളും എനിക്ക് കംഫർട്ടായവരല്ല എന്ന് വരുമ്പോൾ അവർ എന്നിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുമുണ്ട്. പക്ഷേ ഈ വ്യക്തികളിൽ നിന്നെല്ലാം ഓരോരോ ലെസൺസ് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എൻ്റെ മനസ്സിൻ്റെ ഒരു ബോണ്ടിങ് തന്നെയായിരുന്നു അത്. കാരണം ആ ലെസൺസിൽ നിന്നും ഉൾക്കൊണ്ടാണ് ആരൊക്കെയാണ് റൈറ്റ് പേഴ്സൺസ്, ആരൊക്കെയാണ് മോശം ആളുകൾ എന്ന് കരുതിക്കൊണ്ടല്ല നമ്മൾ ഒരു പ്രണയത്തിലേക്ക് ചാടുന്നത്. ഫസ്റ്റ് അപ്പിയറൻസിൽ ഇഷ്ടപ്പെട്ടു, പോകെ പോകെ പ്രണയത്തിലായി, അവിടെ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആൻഡ് അറ്റാച്ച്മെൻറ്റ് വരികയാണ്. എന്നാൽ എന്തോ സാഹചര്യങ്ങളിൽപ്പെട്ട് പ്രണയം ബ്രേക്കപ്പായി പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു പ്രണയമേ വേണ്ട, ഇനി എനിക്കൊരു റിലേഷൻഷിപ്പേ വേണ്ട, അതേ തുടർന്ന് മാരേജേ വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ ചിന്തിക്കരുത് എന്നുള്ളതാണ്. കാരണം നല്ല ആളുകളാണോ ചീത്ത ആളുകളാണോ എന്ന് കരുതിക്കൊണ്ടല്ല നാം ഓരോ വ്യക്തികളെയും പരിചയപ്പെടുന്നത് എന്നുള്ളതാണ്. കാരണം ഈ ലോകത്ത് ഒരുപാട് ആളുകളുണ്ട്. ഈ വ്യക്തികൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരണമെന്നും അവരിൽ നിന്ന് ഓരോ ലെസൺസ് ഉൾക്കൊള്ളണം എന്നുള്ളതും അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ്. കാരണം ഓരോ വ്യക്തിയിൽ നിന്നും ഓരോ പാഠങ്ങൾ പഠിച്ചിട്ട് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഒരു കൂടിനുള്ളിൽ അടയ്ക്കപ്പെട്ട കിളിയെ പോലെ അല്ല നമ്മുടെ ജീവിതം. ഒന്നും അറിയാത്ത ഒരു കിളിയെ പോലെ അല്ല. നമുക്കെല്ലാം അറിയണം, എല്ലാ നോളജും വേണം എന്നുള്ളതാണ്. ഓരോ വ്യക്തികളും ജീവിതത്തിലേക്ക് കടന്നു വരണം. ആരെയൊക്കെയാണ് തള്ളേണ്ടത്, ആരെയൊക്കെയാണ് കൊള്ളേണ്ടത് എന്നൊക്കെയുള്ള ലെസൺസ് പഠിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ ഓരോ റിലേഷൻഷിപ്പും നമ്മളിലേക്ക് വരുന്നത് അത് വരേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു റിലേഷൻഷിപ്പ് ഫെയിൽഡായി എന്ന് കരുതിക്കൊണ്ട് ഇനി മാരേജേ വേണ്ട, ഇനിയൊരു പ്രണയമേ വേണ്ട എന്ന് ചിന്തിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. കാരണം ലോകത്തിൻ്റെ ഒഴുക്കനുസരിച്ച് നമ്മളും ഒഴുകി പോകണം എന്നുള്ളതാണ്.